ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റി ആയിട്ടൊരു ബീഫ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു 3/4 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 സവാള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, അതും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച ബീഫ് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒപ്പം തന്നെ സവാളയും നമ്മുടെ ചെറിയ ഉള്ളിയില്ലേ അതും ഇട്ട് കൊടുക്കുക. ഇതിന് സവാള വഴറ്റി നിൽക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു ഗരം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ച് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കിത് വേവിക്കാൻ വെക്കാം. കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഞാനത് വേവിക്കാൻ വെക്കുന്നുണ്ട്. ബീഫ് വേവുന്ന നേരം കൊണ്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട മസാല റെഡിയാക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എത്ര കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇതെല്ലാം നിങ്ങളുടെ ബീഫിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. എത്രത്തോളം ക്വാണ്ടിറ്റി എടുക്കുന്നത് അത്രയും കൂട്ടിയെടുക്കാം കേട്ടോ. 2 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കൈപ്പിടിയോളം കറിവേപ്പില. ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊന്ന് റോസ്റ്റായി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ആദ്യം തന്നെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. മുളക് പൊടി ഇട്ട് കൊടുക്കരുത്, കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ ഗ്രേവിക്ക് ആവശ്യമായിട്ട് പിന്നെ ഞാനൊരു 4-5 ടീസ്പൂണ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി. പിന്നെ മുളക് പൊടിയും ഒരു 3-4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങളുടെ എരിവില്ലാതെ കാശ്മീരി ചില്ലി പൗഡർ അല്ലേ, അതും കൂടി ഉണ്ടെങ്കിൽ ഇട്ട് കൊടുത്തോ കേട്ടോ. അങ്ങനെ നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ഈ മസാലയൊക്കെ ഒന്ന് റോസ്റ്റ് ആവുന്ന ടൈമിന് അത്യാവശ്യം നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി ഞാനിതിലോട്ട് 1 ടീസ്പൂൺ ഗരം മസാല പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചൂടാറി കഴിയുമ്പോൾ നമുക്കൊരു മിക്സിയുടെ ജാർ, അത് നനവൊന്നും പാടില്ല കേട്ടോ. എന്നാലും നന്നായിട്ട് ആ വേപ്പിലയും കുരുമുളകും പെരുംജീരകവും ഒക്കെ നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരുള്ളൂ കേട്ടോ. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് തരിതരിയായി കിടന്നെന്ന് പറഞ്ഞൊന്നും കുഴപ്പമില്ല. അന്നേരം കൊടുത്ത് ബീഫൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനൊരു ഉരുളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 1.5 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റാണ് കേട്ടോ. ഇതും തക്കാളിയും മാത്രമാണ് നമ്മൾ വഴറ്റി കൊടുക്കേണ്ടത് കേട്ടോ. ഇങ്ങനെ അതും ഒരുപാട് സവാള ഇങ്ങനെ വഴറ്റി നിൽക്കുന്ന ടൈമൊന്നും നമുക്കിതിന് വരണില്ലല്ലോ. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് ഇതേ തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി തക്കാളി നമുക്കൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിക്കണം കേട്ടോ. തക്കാളി നന്നായിട്ട് തന്നെ ഒന്ന് സോഫ്റ്റായിട്ട് ഒടഞ്ഞ് ഇതായി വരണം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് തക്കാളി. ഇനി നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള മസാല പൗഡേഴ്സ് ഇട്ട് കൊടുക്കാം കേട്ടോ. മസാലക്കൂട്ടില്ലേ നമ്മുടെ, അതൊന്ന് ഇട്ട് ആ വെളിച്ചെണ്ണയിലും തക്കാളിയിലൊക്കെ കിടന്ന് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കണം കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വന്ന ശേഷം ഞാൻ കുക്ക് ചെയ്ത് വെച്ച് ബീഫും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് ഇതിന് ഇടയ്ക്ക് നിങ്ങൾ ഉപ്പ് ആവശ്യം വരെയാണെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ നോക്കിയിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തുകൊണ്ട് തന്നെ പിന്നീട് ഉപ്പിടേണ്ട ആവശ്യം വന്നിട്ടില്ല. അത്യാവശ്യം മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതൊന്ന് വറവിട്ടെടുക്കാം കേട്ടോ. ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ്. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ട് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളക്, ഇതിൽ നമ്മൾ പച്ചമുളക് ഇട്ടിട്ടില്ലല്ലോ. അപ്പോൾ അതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് വറവിട്ട് നമ്മളെ കറിയിലോട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു തവണയെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ഓക്കെ, ബൈ.